സിനിമാ ആസ്വാദകരെ മുക്കം PC മാടി വിളിക്കുകയാണ്. മുക്കം നഗരസഭ കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ നടത്തുകയാണ്. നാളെ മുതലാണ് ആരംഭിക്കുന്നത്, 17-ാം തീയതി സമാപിക്കും. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുക്കം നഗരസഭ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൻ്റെ സംഘാടകര് ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. നഗരസഭാ ചെയർമാൻ PT ബാബു കൂടെയുണ്ട്. ബാബുട്ടായി, രണ്ടാമതാണ് ഇപ്പം നഗരസഭയുടെ കീഴിൽ കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവലുമായി തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ മുക്കം നഗരസഭ ഈ സാമ്പത്തിക വർഷമാണ് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. ഒരു പക്ഷേ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അനുഭവങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് രണ്ടാമത് ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത ഉള്ളത്, പ്രാദേശിക കലാകാരന്മാരുടെ ഷോർട്ട് ഫിലിം ഒക്കെ പിന്നെ മത്സര അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രദർശനവും അവർക്കുള്ള പ്രോത്സാഹനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ വലിയൊരു മാറ്റമാണ്. നഗരസഭയിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്തെ ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലായത്, സിനിമ ഫീൽഡിൽ തന്നെ ഷോർട്ട് ഫിലിം രംഗത്ത് തന്നെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് അവരുടെ നിർദ്ദേശവും കഴിഞ്ഞ വർഷം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി പരിഗണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളത്. അങ്ങനെ ഈ മേഖലയിൽ ഈ കലാരംഗത്ത് പുതിയ കലാകാരന്മാർക്കുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളത് നഗരസഭയുടെ ഒരു ലക്ഷ്യമാണ്. ഭാവിയിലേക്ക് ഇത് വലിയൊരു ഫിലിം ഫെസ്റ്റിവലായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് എന്നുള്ളതാണ്. നല്ല പങ്കാളിത്തമുണ്ട്. മുക്കത്തെ PC തിയേറ്ററിൽ മാർച്ച് 15, 16, 17 തീയതികളിലാണ് ഇത് നടത്തുന്നത്, ഫെസ്റ്റിവൽ നടത്തുന്നത്. ബഹുമാനപ്പെട്ട MLA നാളെ വൈകിട്ട് 15-ന് വൈകിട്ട് 7 മണിക്ക് MLA ഉദ്ഘാടനം ചെയ്യും. സിനിമാ ഫീൽഡിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നോട് സൂചിപ്പിക്കാം. PC ഓണറാണ്, ഒപ്പം തന്നെ ഇതിൻ്റെ ജൂറി മെമ്പറാണ്. രണ്ട് കാര്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഷോർട്ട് ഫിലിം അതേപോലെ തന്നെ ഡോക്യുമെൻ്ററി ഇതിലേക്ക് തിരഞ്ഞെടുക്കേണ്ട ക്രൈറ്റീരിയ എന്തായിരുന്നു? മറ്റൊന്ന്, മുക്കം PC വെച്ചാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേള കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുത്തതിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗുണം തന്നെയാണ്. ക്വാളിറ്റി മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. ബാക്കി ബന്ധങ്ങളോ സൗഹൃദമോ ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ഒരു ചെറിയ ഇത് വെച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റി ഉള്ള ആളുകളുടെ കലാകാരന്മാരുടെ എന്നുള്ളൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കി നമ്മൾ ഇതിൻ്റെ ഗുണം തന്നെ മാത്രമാണ്. ഡ്യൂറേഷൻ പറഞ്ഞിരുന്നു, അതൊരു നിശ്ചിത സമയം പറഞ്ഞ് നമുക്ക് കൂടുതൽ എണ്ണം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വലിയ നീളത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്കതൊരു കാണിക്കാനുള്ള സൗകര്യം സ്ലോട്ടില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 25 മിനിറ്റിനുള്ളിലുള്ള സിനിമകളെന്ന് പറഞ്ഞത്. അതൊരു മാർഗം പറഞ്ഞു. പിന്നെ മുക്കം മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളായിരിക്കണം അതിൽ വർക്ക് ചെയ്തതെന്നുള്ളൊരു മാനദണ്ഡവും പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും പറഞ്ഞെങ്കിലും നമ്മൾ നോക്കിയത് 31ഓളം സിനിമ കിട്ടിയതിൽ അതിലേറ്റവും മികച്ചതാണ് ഞങ്ങൾ നോക്കിയത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ 5-8 ജൂറി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരും ഓരോ സിനിമയും എല്ലാ സിനിമയും കണ്ടിട്ട് ഓരോ സിനിമയും അതിൽ മികച്ച സിനിമ കുറേ എണ്ണം എഴുതുന്നു. മാർക്ക് ഇട്ടിട്ടല്ല, മൊത്തം കണ്ടതിൽ ഒരു 8-ഓ 10ഓ മികച്ച സിനിമ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ജൂറികൾ സെലക്ട് ചെയ്ത സിനിമയാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ തിയേറ്റർ ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമ്മളൊരു ബിസിനസ്സായിട്ടാണ് സിനിമ നടത്തുന്നതെങ്കിലും നല്ല സിനിമകൾ വേണം ആളുകൾ കാണാൻ, ആളുകൾ വിജയിപ്പിക്കാൻ എന്നുള്ളൊരു വ്യക്തിപരമായി താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം നല്ല സിനിമകളായിരിക്കണം. വെറുതെ തട്ടിക്കൂട്ട് സിനിമകളും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സിനിമകളല്ല ജനങ്ങൾ കണ്ട്. സിനിമ കാണുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ടൊരു ഗുണം കിട്ടണം. എന്നെ സമയത്ത് പറയാച്ചാൽ ഞാൻ സിനിമയിൽ ജനിച്ച ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഒന്ന് സിനിമയും പിന്നെ സാഹിത്യവും തന്നതാണ്. ഇത് ഒരുപാട് സിനിമകൾ കണ്ടിട്ടും കുറേ വായിച്ചിട്ടും ഉണ്ടാക്കിയ അറിവുകളും സംഭവങ്ങളാണ് എനിക്കുള്ളത്. അതേമാതിരി നമ്മൾ കൊമേഴ്ഷ്യലായിട്ടാണെങ്കിൽ ആളുകൾ വെറുതെ കൈയടിച്ചു പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള അടിപിടി സിനിമകളാവരുത്. അതിനെന്തെങ്കിലും മൂല്യം വേണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ ജനങ്ങളെ എന്ത് ചെയ്യുക, കഴിയുന്ന വിധത്തിൽ സിനിമ പഠിപ്പിക്കുക. ഒരുപാട് സിനിമ കണ്ടാൽ തന്നെ, ഒരുപാട് സിനിമയും നല്ല സിനിമയും കണ്ടാൽ തന്നെ നമുക്ക് നല്ല സിനിമ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപാട് സിനിമ, എല്ലാ സിനിമയും കാണണം. എല്ലാ സിനിമയും കണ്ടാണ് നമുക്ക് അതിൽ ഏതാണ് നല്ല സിനിമ എന്ന്
തിരിച്ചറിയാൻ കഴിയുക, നല്ല സിനിമയുടെ വഴിയിലേക്ക് വരിക. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്, അതായത് അവരുടേതായ ചില പരിമിതികൾ എന്നുള്ള പ്രശ്നങ്ങളുണ്ട് സിനിമകൾക്ക്. ഈ സിനിമകൾ പലതിനും ഉണ്ട്, പക്ഷേ ചിലത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിനിമകളും ഉണ്ട്. അപ്പോൾ ഇനി അവർക്കും ഇതേപോലെ ഈ രാജ്യാന്തര നല്ല നിലവാരമുള്ള സിനിമകൾ ഇന്നതാണ് നല്ല സിനിമ കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവർ ഇനി നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. സിനിമകൾ ഉണ്ടാവണം, എന്നും സിനിമ ഉണ്ടാവണം, എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഏതൊക്കെ ചിത്രങ്ങളാണ് ഉണ്ടാവുക? നമ്മൾ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യാന്തര ചലച്ചിത്രമേള, 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് നമ്മുടെ ഉദ്ഘാടന ചിത്രമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന് പറയുന്ന ചിത്രം. സ്ത്രീപക്ഷ സിനിമയാണ്. ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം ഉദ്ഘാടന ചിത്രമായി കിട്ടിയത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ വർഷത്തെ ഉദ്ഘാടന ചിത്രം നമ്മുടെ അപ്പുറമാണെങ്കിലും നമ്മുടെ ചലച്ചിത്രം ആരംഭിക്കുന്നത് MTയുടെ നക്ഷതങ്ങൾ എന്ന് പറയുന്ന ചിത്രവുമായിട്ടാണ്. അതായത് MTയുടെ നക്ഷതങ്ങൾ എന്ന് പറയുന്ന ചിത്രം MT റിട്രോസ്പെക്റ്റീവ് എന്ന രീതിയിലാണ് നമ്മൾ പ്രദർശനത്തിന് എടുത്തിരിക്കുന്നത്. MT ഓർമ്മപ്പെടുക, MTയുടെ ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുക എന്ന ഒരു കാര്യം കൂടി ഈ ദിവസങ്ങളിൽ നമ്മുടെ ചലച്ചിത്രമേളയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. നമ്മുടെ സമാപന ചിത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫെമിനിച്ചി ഫാത്തിമയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ 5 അവാർഡുകൾ നേടിയിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമ ഈ വർഷം നമ്മൾ സമാപന ചിത്രമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ചിത്രത്തിന് ഡയറക്ടർ നേരിട്ട് ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ആക്ടേഴ്സും അടക്കം ആ ദിവസം ഇവിടെ എത്തുന്നുണ്ട്. സലാം കാരശ്ശേരിയുടെ മുക്കത്തിൻ്റെ ചലച്ചിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സലാം കാരശ്ശേരിയാണ്. സലാം കാരശ്ശേരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ചിത്രം ഭാഗമായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓപ്പൺ ഫോറം നടക്കുന്നുണ്ട്, അതിൻ്റെ സെമിനാർ നടക്കുന്നുണ്ട്. അപ്പോൾ മുക്കത്തിൻ്റെ ചലച്ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഇരുത്തം തന്നെ ആ ദിവസം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊരു വലിയ കൂട്ടായ്മയായിട്ട് മാറുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഞങ്ങൾക്കുണ്ട്. മുക്കം പോലുള്ള ഒരു പ്രദേശത്ത് നമുക്കറിയാം, മുക്കം സാംസ്കാരിക രംഗത്തും അതേപോലെ തന്നെ മതസൗഹാർദ്ദ രംഗത്തും കലാരംഗത്തും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേള കഴിഞ്ഞ വർഷം നടത്തി, ഈ വർഷം നടത്തി. അത് ചലച്ചിത്ര അക്കാദമിയും നഗരസഭയും കൂടിച്ചേർന്നാണ് നടത്തുന്നത്. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു ബേസുള്ള സ്ഥലം തന്നെയാണ്. അതിന് ഉദാഹരണം തന്നെയാണ് സലാം കാരശ്ശേരി. സലാം കാരശ്ശേരി മാത്രമല്ല, ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഏത് കാലഘട്ടത്തിലും ചലച്ചിത്രത്തോട് തൊട്ട് നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മുക്കത്തിൻ്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യത്തിലൊന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫിലിം സൊസൈറ്റി രൂപീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചലച്ചിത്രമേളയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കൂടെ ഉള്ളത് വേണു കല്ലുരുട്ടിയാണ്. എന്താണ് ചലച്ചിത്ര അക്കാദമിയെ സഹകരിച്ചുകൊണ്ട് നഗരസഭ ഭരണസമിതി ഈ പ്രാവശ്യം നടത്തുന്ന 2ാമത് ചലച്ചിത്രമേളയെക്കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 1ാമത്തെ ചലച്ചിത്രമേള മുക്കത്ത് ജനങ്ങൾ നന്നായി മനസ്സിൽ സ്വീകരിച്ച ഒന്നാണ്. അതിൻ്റെ ഊർജ്ജത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ 2ാമത്തെ ഒരു ചലച്ചിത്രമേള കൂടെ നടത്താൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലക്ക് കഴിഞ്ഞ തവണ മുക്കം PC തിയേറ്ററിൽ വെച്ച് നടത്തിയ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാൻ ഞങ്ങൾ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2ാമത് വീണ്ടും അതിൻ്റെ ആ ഊർജ്ജത്തിൽ നിന്നാണ് ഈ 2ാമത്തെ പരിപാടി നടത്തുന്നത്. അത് നല്ല പരിപാടിയായിരിക്കും. ഇത് ഉള്ള സിനിമകൾ ഏതാണ്ട് 18 സിനിമകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സിനിമകളാണ്. നാട്ടിലെ ആളുകൾ കാണേണ്ട സിനിമകൾ തന്നെയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സൗജന്യമായിട്ടാണ്, ഒരു പൈസ പോലും വാങ്ങാതെ സൗജന്യമായി നടത്തുന്ന ഈ പരിപാടി വന്ന് കാണണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സിനിമ മാത്രം ചിന്തിച്ച് സിനിമയെ സ്വപ്നം കാണുന്ന ആസ്വാദകർക്ക് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനും സിനിമാ മേഖലയിലെ പ്രമുഖരുമായി സംവദിക്കുവാനുമുള്ള അവസരമാണ് ഇനി മുക്കത്ത് 3 നാളുകൾ. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. Forwish mattress for healthy sleep.